കൊമേഴ്സ് അച്ചീവേഴ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഫോർത്ത് സെമസ്റ്റർ ഇന്ത്യൻ ഫിനാൻഷ്യൽ മാർക്കറ്റിൻ്റെ ക്ലാസ്സുകളായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. സെക്കൻഡ് മൊഡ്യൂളായിട്ടുള്ള പ്രൈമറി മാർക്കറ്റ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയത്. അപ്പോൾ അതിൻ്റെ ബാലൻസ് ആയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക്. അപ്പോൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തരം മാർക്കറ്റാണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടതാണ്. ഫ്രഷ് ഇഷ്യൂ മാർക്കറ്റിനെയാണ് നമ്മൾ പ്രൈമറി മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ പ്രൈമറി മാർക്കറ്റിലേക്ക് ന്യൂ ഇഷ്യൂസ് വരുന്നത്, ഫ്ലോട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, അതിന് പല മെത്തേഡ്സ് ഉണ്ട്. അതാണ് നമ്മളിവിടെ നോക്കുന്നത്. These may be issues made by the new companies for the first time or further issues or subsequent issues made by the existing companies. അപ്പോൾ എക്സിസ്റ്റിംഗ് കമ്പനീസ് മെയ്ഡ് ചെയ്യുന്ന ഫസ്റ്റ് ടൈം ഇഷ്യൂ അല്ലെങ്കിൽ ഫർദർ ഇഷ്യൂ അല്ലെങ്കിൽ സബ്സിക്വൻറ്റ് ഇഷ്യൂ ആയിരിക്കും നമ്മൾ പ്രൈമറി മാർക്കറ്റിൽ ഡീൽ ചെയ്യുന്ന ഇഷ്യൂസ് എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉണ്ട്. എന്തൊക്കെ മെത്തേഡ്സ് ആണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വൺ പബ്ലിക് ഇഷ്യൂ, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ ആൻഡ് ഇലക്ട്രോണിക് ഇനിഷ്യൽ പബ്ലിക് ഇഷ്യൂ. ഇപ്പോൾ ആദ്യം തന്നെ എന്താണ് പബ്ലിക് ഇഷ്യൂ എന്ന് നോക്കാം. പബ്ലിക് ഇഷ്യൂ റെഫേഴ്സ് ടു ഇഷ്യൂ മെയ്ഡ് ബൈ എ കമ്പനി to raise funds by issuing shares or debentures or bonds to the public through the issue of offer document known as prospectus. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത് പബ്ലിക്കിന് ഒരു പ്രോസ്പെക്റ്റസ് ഇഷ്യൂ ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ അതിന് നമുക്ക് പറയാം ഒരു ഓഫർ ഡോക്യുമെൻ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ട് പബ്ലിക്കിൽ നിന്ന് ഫണ്ട് റേസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതായത് ഇഷ്യൂ മെയ്ഡ് ബൈ എ കമ്പനി ടു റേസ് ഫണ്ട്സ് ബൈ ഇഷ്യൂയിങ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓർ ബോണ്ട്സ് ടു ദ പബ്ലിക്. പബ്ലിക്കിന് ഷെയർ ഇഷ്യൂ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഡിബഞ്ചർ അല്ലെ ബോണ്ട് ഇഷ്യൂ ചെയ്തുകൊണ്ട് എങ്ങനെ ഇഷ്യൂ ചെയ്യുന്ന അത് പബ്ലിക്കിലേക്ക് എങ്ങനെ അവർ അറിയിക്കുന്നത്, ത്രൂ ദ ഇഷ്യൂ ഓഫ് ഓഫർ ഡോക്യുമെൻറ്റ്. ആ ഓഫർ ഡോക്യുമെൻറ്റിനെയാണ് നമ്മൾ പ്രോസ്പെക്റ്റസ് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അതിനെ തന്നെ നമ്മൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്നും ഫർദർ പബ്ലിക് ഓഫർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞാൽ ഒരു അൺലിസ്റ്റഡ് കമ്പനി ആദ്യമായിട്ട് ഫസ്റ്റ് ടൈമിലേക്ക് ഒരു പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ ആൻഡ് ഗെറ്റ് ഇറ്റ് ഷെയർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, ദ പബ്ലിക് ഇഷ്യൂ ഈസ് കോൾഡ് ഇനിഷ്യൽ പബ്ലിക് ഓഫർ. അപ്പോൾ വെൻ ആൻ അൺലിസ്റ്റഡ് കമ്പനി മേക്സ് എ പബ്ലിക് ഇഷ്യൂ ഫോർ ദ ഫസ്റ്റ് ടൈം, ഒരു അൺലിസ്റ്റഡ് കമ്പനി ആദ്യമായിട്ടൊരു പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ ആൻഡ് ഗെറ്റ് ഇറ്റ് ഷെയർ ലിസ്റ്റഡ് ഓൺ സ്റ്റോക്ക് എക്സ്ചേഞ്ച്, അങ്ങനെ അതിൻ്റെ ഷെയർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റഡ് ആയാൽ അതിനെ നമുക്ക് ഇനിഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാൻ പറ്റും. ഇനി വെൻ എ ലിസ്റ്റഡ് കമ്പനി മേക്സ് അനദർ പബ്ലിക് ഇഷ്യൂ ടു റേസ് ഫർദർ ക്യാപിറ്റൽ, ഓൾറെഡി ലിസ്റ്റഡ് ആയിട്ടുള്ള ഒരു കമ്പനി വീണ്ടും ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാനെ കൊണ്ട് പബ്ലിക് ഇഷ്യൂ നടത്തിയാൽ അതിനെ നമുക്ക് ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്നും പറയാൻ സാധിക്കും. അപ്പം രണ്ട് പബ്ലിക് ഇഷ്യൂസ് ആണ് ഉണ്ടാകും, ഇനിഷ്യൽ പബ്ലിക് ഓഫറും ഫർദർ പബ്ലിക് ഓഫർ FPOയും. അടുത്ത നമ്മൾ നോക്കുന്നത് എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഇനി പബ്ലിക് ഇഷ്യൂവിനുള്ളത് നോക്കാം. ഒന്നാമത്തത് ഫിനാൻഷ്യൽ ബെനിഫിറ്റ്സ് ഇൻ ദ ഫോം ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. അതായത് any amount of capital can be raised through public issue depending on the reputation of the promoters of the company. ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നു, അതായത് ക്യാപിറ്റൽ റേസ് ചെയ്യുന്ന ഫോമിൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നുണ്ടെന്ന് പറയുന്നു. അതായത് പബ്ലിക് ഇഷ്യൂ വഴി റേസ് ചെയ്യുന്ന എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അതിൻ്റെ പ്രൊമോട്ടേഴ്സ്, കമ്പനിയുടെ പ്രൊമോട്ടറിൻ്റെ റെപ്യൂട്ടേഷനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എന്ത് ക്യാപിറ്റൽ ആണെങ്കിലും അത് പബ്ലിക് ഇഷ്യൂ വഴി റേസ് ചെയ്യുന്നത്. അടുത്ത രണ്ടാമത് പറയുന്നു ഇൻക്രീസ്ഡ് പബ്ലിക് അവയർനെസ് ഓഫ് ദ കമ്പനി. അങ്ങനെ പബ്ലിക് ഇഷ്യൂ ഒക്കെ നടത്തിയാൽ കമ്പനിക്ക് ഒരു പബ്ലിക് അവയർനെസ്, പബ്ലിക്കിന് കൂടുതൽ കമ്പനിയെ പറ്റി അറിയാൻ പറ്റും, കമ്പനിയുടെ റെപ്യൂട്ടേഷൻ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദിസ് മേ ലീഡ് ടു ആൻ ഇൻക്രീസ് ഇൻ മാർക്കറ്റ് വാല്യൂ ഓഫ് ഷെയർസ് ഓഫ് ദ കമ്പനി. അപ്പോൾ റെപ്യൂട്ടേഷൻ കൂടിയാൽ കമ്പനിയുടെ മാർക്കറ്റ് വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യും. അടുത്ത് പറയുന്നത് ബെറ്റർ ലിക്വിഡിറ്റി ഓഫ് സെക്യൂരിറ്റി. അതായത് ഈസി ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഓഫേർഡ് ത്രൂ പബ്ലിക് ഇഷ്യൂ ഇൻക്രീസസ് ലിക്വിഡിറ്റി ഓഫ് ദ സെക്യൂരിറ്റീസ് ഓഫേർഡ്. ഓഫർ ചെയ്യുന്ന സെക്യൂരിറ്റീസിൻ്റെ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ബെറ്റർ ലിക്വിഡിറ്റി എൻഷുർ ചെയ്യാൻ പബ്ലിക് ഇഷ്യൂവിനെ കൊണ്ട് സാധിക്കുന്നു എന്നാണ് പറയുന്നത്. അടുത്തത് ഇൻക്രീസ്ഡ് റെപ്യൂട്ടേഷൻ. പബ്ലിക് ഇഷ്യൂ എന്തിനു സഹായിക്കുന്നു, ബിൽഡിംഗ് റെപ്യൂട്ടേഷൻ ഓഫ് പ്രൊമോട്ടേഴ്സ്, കമ്പനി ആൻഡ് ഇറ്റ്സ് പ്രോഡക്റ്റ്. പബ്ലിക് ഇഷ്യൂ നടത്തുമ്പോൾ കമ്പനിക്കും അതുപോലെ തന്നെ കമ്പനിയുടെ പ്രൊമോട്ടേഴ്സിനും പ്രോഡക്റ്റിനും ഒക്കെ ഒരു റെപ്യൂട്ടേഷൻ അവിടെ കൂടാൻ സഹായിക്കുന്നു. എൻഹാൻസ്ഡ് ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ. അപ്പം പബ്ലിക് ഇഷ്യൂ വഴി മേടിക്കുന്ന ഷെയർ ആണെന്നുണ്ടെങ്കിൽ ഇറ്റ് എൻഹാൻസസ് ദി വാല്യൂ ഓഫ് ഷെയർ ഹോൾഡേഴ്സ് ആസ് ഇൻവെസ്റ്റേഴ്സ്. ഷെയർ ഹോൾഡേഴ്സിൻ്റെ വാല്യൂ അവിടെ ഇൻക്രീസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അപ്പോൾ അത്രയാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി പബ്ലിക് ഇഷ്യൂവിൻ്റെ ഡിസഡ്വാൻറ്റേജസ് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും ടൈം കൺസ്യൂമിംഗ് ആണ്. അതായത് പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്
കൂടുതൽ ടൈം എടുക്കുന്ന ഒരു പ്രക്രിയയാണ്. ആസ് ഇറ്റ് റിക്വയർസ് ഫുൾഫിൽമെൻറ്റ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ലീഗൽ ഫോർമാലിറ്റീസ്. ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ടൈം കൺസ്യൂമിംഗ് ആണ്. അതുപോലെ തന്നെ അത് എക്സ്പെൻസീവും ആണെന്ന് പറയുന്നുണ്ട്. പബ്ലിക് ഇഷ്യൂ വഴി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നത് ചിലവേറിയ ഒരു പ്രക്രിയയുമാണ്. അടുത്തത് ലീഗൽ ഫോർമാലിറ്റീസ് ആണ്. അതായത് പബ്ലിക് ഇഷ്യൂ നടത്തി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. അടുത്തത് ഇൻ്റർമീഡിയറീസ്. പബ്ലിക് ഇഷ്യൂ റിക്വയർസ് ഇൻവോൾവ്മെൻറ്റ് ഓഫ് മെനി ഇൻ്റർമീഡിയറീസ്. പബ്ലിക് ഇഷ്യൂ നടത്തണമെങ്കിൽ ഒരുപാട് ഇൻ്റർമീഡിയറീസ് അവിടെ വരുന്നു. അതായത് ഷെയർ ബ്രോക്കിംഗ് ഫേമും ബാങ്കുകളും മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസും അങ്ങനെ ഒരുപാട് ഇൻ്റർമീഡിയറീസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. നെക്സ്റ്റ് ലാക്ക് ഓഫ് പ്രൈവസി. അപ്പം ഒരു പ്രൈവസി ഇല്ലായിരിക്കും. എപ്പോഴും ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് സുതാര്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും അവിടെ നടക്കുന്നത്. പബ്ലിക് ഡിസ്ക്ലോഷർ ഓഫ് ഇൻഫർമേഷൻ എല്ലാം പബ്ലിക്കിനെ അറിയിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സീക്രസി കീപ്പ് ചെയ്യാൻ പറ്റില്ല, പ്രൈവസി ഇല്ല. ദെൻ വിജിലൻസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വിജിലൻ്റ് ആയിരിക്കും എന്ന് പറയുന്നു. അത് കമ്പനിയുടെ അഫയേഴ്സിൽ ആരാണോ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റേഴ്സ് കൂടുതൽ വിജിലൻ്റ് ആയിട്ട് എപ്പോഴും ഇങ്ങനെ കമ്പനീനെ ശ്രദ്ധാലുക്കളായിട്ട് വീക്ഷിച്ചുകൊണ്ടിരിക്കും. ദർ വിൽ ബി കോൺസ്റ്റൻറ്റ് സ്ക്രൂട്ടനി ഓഫ് പെർഫോമൻസ് ബൈ ഇൻവെസ്റ്റേഴ്സ്. അപ്പം പബ്ലിക് ഇഷ്യൂ നടത്തി ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതായതുകൊണ്ട് എപ്പോഴും ഈ ഇൻവെസ്റ്റേഴ്സ് ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു സ്ക്രൂട്ടനി, എങ്ങനെയാണ് കമ്പനി പെർഫോം ചെയ്യുന്നതെന്നൊരു സ്ക്രൂട്ടനി നടത്തിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജസ് ആയിട്ട് കാണുന്ന. അതുപോലെ തന്നെ മോർ സ്പെക്കുലേഷൻ. സെക്യൂരിറ്റീസ് ഓഫ് ദ കമ്പനി മേ ബി സബ്ജക്റ്റ് ടു സ്പെക്കുലേറ്റീവ് അറ്റാക്സ്. സ്പെക്കുലേഷൻസിനുള്ള സാധ്യതയും കൂടുതലാണെന്ന് പറയുന്നു. എവിടെ? ഈ പബ്ലിക് ഇഷ്യൂവിൽ. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ നമ്മുടെ മെത്തേഡ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അടുത്തത് പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സ്. അപ്പം നമ്മൾ ആദ്യമേ കണ്ടായിരുന്നു പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോൾ 2 തരത്തിൽ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്സ് എന്ന് ആദ്യം. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് പബ്ലിക് ഓഫറിംഗ് ഓഫ് ഇക്വിറ്റി ഷെയർസ് ഓർ കൺവേർട്ടബിൾ സെക്യൂരിറ്റീസ് ബൈ എ കമ്പനി ഫോളോഡ് ബൈ ലിസ്റ്റിംഗ് ഓൺ എ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് നോൺ എസ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. അപ്പോൾ ആദ്യത്തെ പബ്ലിക് ഓഫറിംഗ് ആണ് ഇക്വിറ്റി ഷെയർസോ അല്ലെങ്കിൽ കൺവേർട്ടബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസോ ഡിബെഞ്ചറോ ബോണ്ടോ അങ്ങനെ എന്തായാലും ഒരു കമ്പനി ആദ്യമായിട്ട് പബ്ലിക് ഓഫറിംഗ് നടത്തുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ പറയുന്നത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. ശേഷം അത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യും. അതിനെ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയും. ഗൈഡ് ലൈൻസ്, അതിൻ്റെ കുറച്ച് ഗൈഡ് ലൈൻസ് അവിടെ പറയുന്നുണ്ട്. നോക്ക് എന്തൊക്കെയാണ്. കമ്പനീസ് എലിജിബിൾ ടു ഇഷ്യൂ ഇക്വിറ്റി ക്യാപിറ്റൽ ത്രൂ IPO ഹാവ് ബീൻ ക്ലാസിഫൈഡ് ഇൻ ടു 3 ബ്രോഡ് കാറ്റഗറീസ്. 3 കാറ്റഗറീസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് വഴി ഇക്വിറ്റി ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ എലിജിബിൾ ആയിട്ടുള്ള കമ്പനീസിനെ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ന്യൂ കമ്പനീസ്. അതായത് ന്യൂ കമ്പനി എന്ന് പറയുന്നത് എന്താണ്? എ കമ്പനി വിച്ച് ഹാസ് നോട്ട് കംപ്ലീറ്റഡ് 12 months ഓഫ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആൻഡ് ഇസ് ഓഡിറ്റഡ് ഓപ്പറേറ്റീവ് റിസൾട്ട്സ് ആർ നോട്ട് അവൈലബിൾ. അപ്പം 12 മാസം ആയിട്ടില്ല, അതിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ. അത് കൊമേഴ്ഷ്യലി ഓപ്പറേറ്റഡ് ആയിട്ട് 12 മാസം ആയിട്ടില്ല, 1 വർഷം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കമ്പനീനെ നമ്മൾ ന്യൂ കമ്പനീസ് എന്ന് പറയും. അപ്പോൾ ദ ഇഷ്യൂ ഓഫ് ഷെയർസ് മെയ്ഡ് ബൈ സച്ച് കമ്പനീസ് ഈസ് നോൺ എസ് ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ന്യൂ കമ്പനി. അങ്ങനെയുള്ള കമ്പനീസ് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് 12 മാസം കംപ്ലീറ്റ് ചെയ്യാത്ത കമ്പനീസ് ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെയാണ് നമ്മൾ ഫസ്റ്റ് ഇഷ്യൂ ഓഫ് ന്യൂ കമ്പനീസ് എന്ന് പറയുന്നത്. സച്ച് കമ്പനീസ് മേ ബി സെറ്റപ്പ് ബൈ പ്രൊമോട്ടേഴ്സ് വിത്തൗട്ട് എ ട്രാക്ക് റെക്കോർഡ്. അപ്പം അവർക്ക് കൊമേഴ്ഷ്യൽ ഓപ്പറേഷൻ ഒന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ, അതുകൊണ്ട് ഒരു പ്രത്യേകിച്ച് ട്രാക്ക് റെക്കോർഡൊന്നും കീപ്പ് ചെയ്യാതെ പ്രൊമോട്ടർ തന്നെ സെറ്റ് ചെയ്യുന്നതായിരിക്കും അങ്ങനത്തെ കമ്പനീസ്. ദെൻ രണ്ടാമത് പറയുന്നു കമ്പനീസ് വിത്തൗട്ട് ട്രാക്ക് റെക്കോർഡ് എന്ന് പറഞ്ഞാൽ സച്ച് കമ്പനീസ് ക്യാൻ ഇഷ്യൂ ക്യാപിറ്റൽ അറ്റ് പാർ വാല്യൂവിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരം കമ്പനീസിന് ക്യാപിറ്റൽ ഇഷ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇഷ്യൂ ഓഫ് ഷെയർസ് ടു ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ക്യാൻ ബി മെയ്ഡ് അറ്റ് ദ പ്രൈസ് ഡിറ്റർമൈൻഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ് ബൈ എ സ്പെഷ്യൽ റെസൊല്യൂഷൻ. അപ്പോൾ അവിടെ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുന്ന ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആരാണ്? ഷെയർ ഹോൾഡേഴ്സ് ആണ്. അവരൊരു സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെയാണ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഷെയർ ഇഷ്യൂവിൻ്റെ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. പിന്നെ അടുത്തത് കമ്പനീസ് വിത്ത് ട്രാക്ക് റെക്കോർഡ് ഉള്ള കമ്പനീസ് എന്ന് പറയുന്നു. അതായത് സച്ച് കമ്പനീസ് ആർ ഫ്രീ ടു പ്രൈസ് ദെയർ ഇഷ്യൂസ് അറ്റ് പ്രീമിയത്തിൽ വേണമെങ്കിലും അവരുടെ ഷെയർ ഇഷ്യൂ ചെയ്യാനുള്ള റൈറ്റുള്ള കമ്പനീസാണ് കമ്പനി വിത്ത് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് പ്രൊമോട്ടിംഗ് കമ്പനീസ് അക്വയർ അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ ഇക്വിറ്റി ഓഫ് ദ ന്യൂ കമ്പനി
Price is applicable to all new investors uniformly, including promoters, whose contribution is subject to lock-in period of 3 years. And a justification for the price is given in the prospectus or offer document. അപ്പോൾ ട്രാക്ക് റെക്കോർഡ് ഉള്ള കമ്പനി എന്ന് പറയുമ്പം അവിടെ പറയുന്നത് എന്തൊക്കെയാണ്? പ്രൊമോട്ടിംഗ് കമ്പനി അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ പുതിയ കമ്പനിയുടെ എക്വിറ്റി എന്ത് ചെയ്തിരിക്കണം? അക്വയർ ചെയ്തിരിക്കണം. പ്രൊമോട്ടിംഗ് കമ്പനീസ് 50% ഓഫ് ദി ഇക്വിറ്റി ഓഫ് ദ ന്യൂ കമ്പനി അക്വയർ ചെയ്തിരിക്കണം. പിന്നെ പ്രൈസ് എന്ന് പറയുന്നത് ഈസ് ആപ്ലിക്കബിൾ ടു ഓൾ ന്യൂ ഇൻവെസ്റ്റേഴ്സ്. എല്ലാ ഇൻവെസ്റ്റേഴ്സിനും ഒരുപോലെ ആപ്ലിക്കബിൾ ആണ്. ഹൂസ് കോൺട്രിബ്യൂഷൻ ഈസ് സബ്ജക്റ്റ് ടു ലോക്കിംഗ് പീരീഡ് ഓഫ് 3 years. അപ്പോൾ അവരുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 3 വർഷത്തിൽ കുറയാനും പാടില്ല. ദെൻ ജസ്റ്റിഫിക്കേഷൻ ഫോർ ദ പ്രൈസ് ഇസ് ഗിവൺ ഇൻ ദ പ്രോസ്പെക്ടസ്. അപ്പോൾ ആ പ്രൈസിൻ്റെ ജസ്റ്റിഫിക്കേഷൻ പ്രോസ്പെക്ടസിൽ കാണിച്ചിരിക്കണം എന്നും പറയുന്നുണ്ട്. അതാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിനെ പറ്റി നമ്മൾ പറയുന്നത്. രണ്ടാമത്തത് ഫസ്റ്റ് ഇഷ്യൂ ബൈ എക്സിസ്റ്റിംഗ് പ്രൈവറ്റ് ഓർ ക്ലോസ്ലി ഹെൽഡ് ഓർ അൺലിസ്റ്റഡ് കമ്പനീസ്. അപ്പോൾ അൺലിസ്റ്റഡ് കമ്പനീസ് അല്ലെങ്കിൽ ക്ലോസ്ലി ഹെൽഡ് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പ്രൈവറ്റ് കമ്പനീസ് എങ്ങനെയാണ് ഫസ്റ്റ് ഇഷ്യൂ നടത്തുന്നതെന്ന് നോക്കാം. കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് എ ട്രാക്ക് റെക്കോർഡ് ഓഫ് ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് 3 out of immediately preceding 5 years. 5 വർഷത്തിൽ 3 വർഷത്തിൽ കുറയാതെയുള്ള എന്തുണ്ടായിരിക്കണം? ഒരു ഡിസ്ട്രിബ്യൂട്ടബിൾ പ്രോഫിറ്റ് അറ്റൈൻ ചെയ്യുന്ന ഒരു ട്രാക്ക് റെക്കോർഡ് അവർക്ക് കമ്പനിക്ക് ഉണ്ടായിരിക്കണം. ഇറ്റ് ഷുഡ് നോട്ട് ഹാവ് എനി ഔട്ട്സ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഓർ എനി അതർ പ്രൈസ്. ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ് ഉണ്ടാകാൻ പാടില്ല. ഇറ്റ് ഷുഡ് ഹാവ് എ പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത് ഓഫ് നോട്ട് ലെസ് ദാൻ ₹1 crore. അപ്പം പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 1 കോടി രൂപയിൽ കുറയാനും പാടില്ല. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ ഏതെങ്കിലും 3 വർഷം അറ്റ്ലീസ്റ്റ് 3 years 1 crore നെറ്റ്വർത്തിൽ കുറയാതെ ഉണ്ടായിരിക്കണം. ഇൻ കേസ് ഓഫ് ചേഞ്ചിങ് ഇറ്റ്സ് നെയിം വിതിൻ ദ ലാസ്റ്റ് 1 year അറ്റ്ലീസ്റ്റ് 50% ഓഫ് ദ റവന്യൂ ഫോർ ദ പ്രൊസീഡിങ് 1 full year ഈസ് ഏൺഡ് ബൈ ദ കമ്പനി ഫ്രം ദ ആക്ടിവിറ്റി ബൈ ദ ന്യൂ നെയിം. അപ്പോൾ എന്താ? നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ വിതിൻ ദ ലാസ്റ്റ് 1 year നെയിം ചേഞ്ച് ചെയ്യുന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്? 50% ഓഫ് ദ റവന്യൂ ഫോർ ദ പ്രൊസീഡിങ് 1 full year. കഴിഞ്ഞ ഒരു വർഷത്തെ ഫുൾ റവന്യൂവിൻ്റെ 50% കമ്പനി തന്നെ ആയിരിക്കണം ഏൺ ചെയ്യുന്നത്. അതിൻ്റെ ആക്ടിവിറ്റിയിൽ പുതിയ നെയിം വഴി കിട്ടിയ ആക്ടിവിറ്റിയിൽ കൂടി ഏൺ ചെയ്തതായിരിക്കണം എന്ന് പറയുന്നു. അടുത്ത പറയുന്നത് ആഗ്രിഗേറ്റ് ഓഫ് ദ പ്രപ്പോസ്ഡ് ഇഷ്യൂ ആൻഡ് ഓൾ പ്രീവിയസ് ഇഷ്യൂസ് മെയ്ഡ് ഇൻ ദ സെയിം ഫിനാൻഷ്യൽ ഇയർ ഇൻ ടേംസ് ഓഫ് സൈസ് ഡസ് നോട്ട് എക്സീഡ് 5 times ഇറ്റ്സ് പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത് ആസ് പെർ ദ ഓഡിറ്റഡ് ബാലൻസ് ഷീറ്റ് ഓഫ് ദ ലാസ്റ്റ് 5 years. എന്താ പറയുന്നത്? പ്രപ്പോസ്ഡ് ഇഷ്യൂവിൻ്റെയും അതുപോലെ തന്നെ എല്ലാം നേരത്തെ നടത്തിയിരിക്കുന്ന ഇഷ്യൂസിൻ്റെയും എല്ലാം ആഗ്രിഗേറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഇൻ ടേംസ് ഓഫ് സൈസ് ഡസ് നോട്ട് എക്സീഡ് 5 times ഇറ്റ്സ് പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത്. നേരത്തെ പ്രീ ഇഷ്യൂ നെറ്റ്വർത്തിൻ്റെ 5 times എക്സീഡ് ചെയ്യാൻ പാടില്ല, 5 ഇരട്ടിയിൽ കൂടാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ അതാണ് ഫസ്റ്റ് ഇഷ്യൂ ബൈ എക്സിസ്റ്റിംഗ് പ്രൈവറ്റ് ഓർ ക്ലോസ്ലി ഹെൽഡ് ഓർ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ കാര്യത്തിൽ പറയുന്നത്. നെക്സ്റ്റ് പറയുന്നത് പബ്ലിക് ഇഷ്യൂ ബൈ ലിസ്റ്റഡ് കമ്പനീസ്. ഇപ്പോൾ അൺലിസ്റ്റഡ് കമ്പനീസിൻ്റെ ആയിരുന്നു നമ്മൾ പബ്ലിക് ഇഷ്യൂ പറഞ്ഞത്. ഇനി ലിസ്റ്റഡ് കമ്പനീസിൻ്റെ നോക്കുവാണെങ്കിൽ ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത് ആർ ദോസ് കമ്പനീസ് ഹൂസ് നെയിംസ് ആർ ഇൻക്ലൂഡഡ് ഇൻ ദ ഒഫീഷ്യൽ ട്രേഡ് ലിസ്റ്റ് ഓഫ് എ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ ഒഫീഷ്യൽ ട്രേഡിംഗ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്പനീസാണ് ലിസ്റ്റഡ് കമ്പനീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവർ എങ്ങനെയാണ് പബ്ലിക് ഇഷ്യൂ നടത്തുന്നത്? അതിൻ്റെ കണ്ടീഷൻസ് നോക്കാം. ഫസ്റ്റ് പറയുന്നു, ഇഷ്യൂ പ്രൈസ് ഹാസ് ടു ബി ഡിറ്റർമൈൻഡ് ബൈ ദ ഇഷ്യൂവർ ഇൻ കൺസൾട്ടേഷൻ വിത്ത് ലീഡ് മാനേജർ. അപ്പോൾ ആരായിരിക്കണം ഇഷ്യൂ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്? ഇഷ്യൂവർ ആയിരിക്കണം. ലീഡ് മാനേജറുമായിട്ട് കൺസൾട്ട് ചെയ്തിട്ട് ഇഷ്യൂ മാനേജർ ആയിരിക്കണം ഇഷ്യൂ പ്രൈസ് ഡിറ്റർമൈൻ ചെയ്യുന്നത്. ദെൻ ദർ ഇസ് നോ റിക്വയർമെൻറ്റ് ഓഫ് പ്രൊമോട്ടേഴ്സ് മിനിമം കോൺട്രിബ്യൂഷൻ ആൻഡ് ലോക്ക് ഇൻ പീരീഡ് ഇൻ കേസ് ഓഫ് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ്. അപ്പോൾ നേരത്തെ നമ്മൾ അൺലിസ്റ്റഡിൻ്റെ കേസ് കണ്ടപ്പോൾ അവിടെ പ്രൊമോട്ടറിൻ്റെ ലോക്ക് ഇൻ പീരീഡ് ഒക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇവിടെ അങ്ങനെയുള്ള റിക്വയർമെൻ്റ് ഒന്നും ആവശ്യമില്ല. പ്രൊമോട്ടറിൻ്റെ മിനിമം കോൺട്രിബ്യൂഷനോ അല്ലെങ്കിൽ ലോക്ക് ഇൻ പീരീഡോ ഒന്നും ആവശ്യം ഇല്ല ഇവിടെ ലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ. അടുത്തത് ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് ഡസ് നോട്ട് എക്സീഡ് 5 times ഇറ്റ്സ് പ്രീ ഇഷ്യൂ നെറ്റ്വർത്ത് ആസ് പെർ ദ ലാസ്റ്റ് അവൈലബിൾ ഓഡിറ്റഡ് അക്കൗണ്ട്. ഇഷ്യൂ സൈസ് എന്ന് പറയുന്നത് എന്താകാൻ പാടില്ല? പ്രീ ഇഷ്യൂ നെറ്റ്വർത്തിനേക്കാളും 5 ഇരട്ടി കൂടാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ലേറ്റസ്റ്റ് ഓഡിറ്റഡ് അക്കൗണ്ട്സ് പ്രകാരം. Then if the issue size exceed 5 times its pre-issue net worth as per the last available audited accounts, it would be eligible to make a public issue only through the book building process, provided that 60% of the issue is allotted to QIB. അപ്പോൾ എന്താ പറയുന്നത്? ഇഷ്യൂ 5 times നെറ്റ്വർത്ത് പ്രീ ഇഷ്യൂ നെറ്റ്വർത്തിനേക്കാളും 5 ഇരട്ടി കൂടിയാൽ
ഇറ്റ് വുഡ് ബി എലിജിബിൾ ടു മേക്ക് എ പബ്ലിക് ഇഷ്യൂ ഓൺലി ത്രൂ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സ്. അപ്പോൾ പബ്ലിക് ഇഷ്യൂ എങ്ങനെ നടത്താൻ പാടുള്ളൂ എങ്കിൽ ബുക്ക് ബിൽഡിംഗ് പ്രോസസ്സിലൂടെ മാത്രമേ പബ്ലിക് ഇഷ്യൂ നടത്താൻ സാധിക്കുകയുള്ളൂ. ഇഫ് സൈസ് എക്സീഡ് ചെയ്താൽ. അതാണ് അതിൻ്റെ കണ്ടീഷൻസ് പറയുന്നത്. ഇനി എക്സെപ്ഷൻസ് പറയുന്നുണ്ട്. എലിജിബിലിറ്റി നോംസ് എന്ന് പറയുന്നത് അതിന് കുറച്ച് എക്സെപ്ഷൻസ് പറയുന്നത് എന്തൊക്കെയാണ്? പ്രൈവറ്റ് ഓർ പബ്ലിക് സെക്ടർ ബാങ്ക്, infrastructure companies who's engaged in the business of developing, maintaining and operating infrastructure facility within the meaning of Income Tax Act. അപ്പം നേരത്തെ പറഞ്ഞ എലിജിബിലിറ്റി നോം സ്പെസിഫൈഡ് അബോവ് ഫോർ IPO ബൈ അൺലിസ്റ്റഡ് കമ്പനീസ് ആൻഡ് പബ്ലിക് ഇഷ്യൂ ബൈ ലിസ്റ്റഡ് കമ്പനീസ് ആർ നോട്ട് ആപ്ലിക്കബിൾ. ഈ പറഞ്ഞ രണ്ടിടത്തും ഇത് ആപ്ലിക്കബിൾ അല്ല. പ്രൈവറ്റ് പബ്ലിക് സെക്ടർ ബാങ്കിലും ഇൻഫ്രാസ്ട്രക്ചർ കമ്പനീസിലും. ഇനി എന്തൊക്കെ IPOൻ്റെ അഡ്വാൻറ്റേജസ് നോക്കിക്കേ. ഫിനാൻസ് റേസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ഹ്യൂജ് എമൗണ്ട് ഓഫ് ഫിനാൻസ് ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തുനിന്ന് പൂൾ ചെയ്തെടുക്കാൻ സഹായിക്കുന്നു. പ്രൊവൈഡ്സ് ഗ്രേറ്റർ ലിക്വിഡിറ്റി. ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണെങ്കിൽ അത് ഷെയർസിന് വലിയ തോതിലൊരു ലിക്വിഡിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓഫേഴ്സ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീംസ്. സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം ഓഫർ ചെയ്യുന്നുണ്ട്. അതായത് അങ്ങനെ വരുമ്പോഴത്തേനും കൂടുതൽ പൊട്ടൻഷ്യൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ടാലൻറ്റഡ് ആയിട്ടുള്ള എംപ്ലോയീസിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ ഓഫേഴ്സ് സ്റ്റോക്ക് ഓപ്ഷൻ സ്കീം. ദെൻ ഈസിനെസ് ഇൻ റേസിംഗ് ലോൺ. IPO എന്ന് പറയുന്നത് ഇറ്റ് ഗീവ്സ് എ ലിവറേജ് ഫോർ ഒബ്റ്റെയിനിങ് ലോൺ ഫ്രം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. IPO വഴി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലോൺ റേസ് ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. പിന്നെ മേക്സ് ദറ്റ് ഷെയർസ് മോർ അട്രാക്റ്റീവ്. ഇറ്റ് ഹെൽപ്സ് the attracting the attention of mutual fund, market makers and institutional traders when the company stock is listed on exchange. ഷെയർസ് കൂടുതൽ അട്രാക്റ്റീവ് ആകുന്നുണ്ട്. എല്ലാവരെയും അറ്റൻഷൻ പിടിച്ചു പറ്റാൻ സഹായിക്കുന്നുണ്ട്. ഗീവ്സ് എ കോംപ്ലിമെൻ്ററി അഡ്വർടൈസിങ് എഫക്റ്റ്. അപ്പം ലിസ്റ്റിംഗ് ഓഫ് സെക്യൂരിറ്റീസ് ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ഈസ് വൺ ഓഫ് ദ കണ്ടീഷൻ ഫോർ IPO. IPOൻ്റെ ഒരു കണ്ടീഷനാണ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ എന്ത് ചെയ്തിരിക്കണം? സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിരിക്കണം. അപ്പം രജിസ്ട്രേഷൻ വിത്ത് മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഗീവ്സ് എ കോംപ്ലിമെൻ്ററി അഡ്വർടൈസിങ് എഫക്റ്റ് ടു ദ കമ്പനി. അങ്ങനെ ലിസ്റ്റ് ചെയ്യുമ്പം മേജർ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്യുമ്പം അതൊരു അഡ്വർടൈസിങ് എഫക്റ്റും കൂടെ കൊടുക്കുന്നു കമ്പനിക്ക്. അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ്. ദെൻ ഇൻക്രീസസ് ദ ക്രെഡിബിലിറ്റി കൂട്ടാനും സഹായിക്കുന്നുണ്ട്. കമ്പനിയുടെ ക്രെഡിബിലിറ്റി, അതായത് ലിസ്റ്റഡ് കമ്പനി ആകുമ്പോൾ അതിൻ്റെ ക്രെഡിബിലിറ്റിയും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ്. ഇനി രണ്ടാമത്തെന്ന് പറയുമ്പോൾ ഇനിഷ്യൽ പബ്ലിക് ഓഫറിങ്ങും അതുപോലെ തന്നെ പബ്ലിക് ഇഷ്യൂവിനെ ഫോളോ ഓൺ പബ്ലിക് ഓഫറുമായിട്ടായിരുന്നു ക്ലാസിഫൈ ചെയ്തിരുന്നത്. രണ്ടാമത്തെ FPO ആണ്. FPO എന്ന് പറയുമ്പോൾ ഫോളോ ഓൺ പബ്ലിക് ഓഫർ ഓർ ഫർദർ പബ്ലിക് ഓഫർ എന്ന് പറയും. ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് എന്താണ്? റെഫേഴ്സ് ടു ദി അഡീഷണൽ പബ്ലിക് ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ബൈ എ ലിസ്റ്റഡ് കമ്പനി ഫോർ റേസിംഗ് അഡീഷണൽ ഫണ്ട് ഫോർ മാസീവ് ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്? ലിസ്റ്റഡ് കമ്പനീസ്, ഓൾറെഡി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്തിട്ടുള്ള കമ്പനീസ് അവർക്ക് അഡീഷണൽ ആയിട്ട് ഫണ്ട് റേസ് ചെയ്യാനൊക്കെ ഉണ്ട്. അവരുടെ എക്സ്പാൻഷനും ഗ്രോത്തിനും വേണ്ടി അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാനൊക്കെ കൊണ്ട് ഇഷ്യൂ ചെയ്യുന്നതാണ്, പബ്ലിക് ഇഷ്യൂ നടത്തുന്നതാണ് എന്ത്? ഫോളോ ഓൺ പബ്ലിക് ഓഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഫോളോ ഓൺ പബ്ലിക് ഓഫറിംഗ് ക്യാൻ ബി നെയ്തർ ബി ഡയലൂട്ടീവ് ഓർ നോൺ ഡയലൂട്ടീവ്. ഡയലൂട്ടീവ് ആകാം, നോൺ ഡയലൂട്ടീവ് ആകാം എന്ന് പറയുന്നുണ്ട്. ഡയലൂട്ടീവ് എന്താ നോക്കിക്കേ. ഡയലൂട്ടീവ് ഓഫറിംഗ് എന്ന് പറയുമ്പം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ പവേഴ്സ് എന്ന് പറയുന്നത് ഡയല്യൂട്ടഡ് ആയിരിക്കും. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ദ കമ്പനി ഡിസൈഡ്സ് ടു ഇൻക്രീസ് ദ ഷെയർ ഫ്ലോട്ട് ആൻഡ് സെൽ മോർ ഇക്വിറ്റി ഷെയർ ടു ജനറൽ പബ്ലിക്. ദ പ്രൊസീഡ്സ് റിയലൈസ്ഡ് ഫ്രം സച്ച് ഓഫറിംഗ് ക്യാൻ എയ്തർ ബി യൂസ്ഡ് ഫോർ സെറ്റിലിംഗ് ദ എക്സിസ്റ്റിംഗ് ഡെറ്റ് ഓർ യൂസ്ഡ് ഫോർ ഫർദർ എക്സ്പാൻഷൻ. ഇപ്പോൾ ഡയല്യൂട്ടീവ് ആയിരിക്കും എന്ന് പറയുന്നു പവർ. അതായത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് തീരുമാനിക്കുവാണ് അവരുടെ ഷെയർ ഫ്ലോട്ട് ഇൻക്രീസ് ചെയ്യണം, അതുപോലെ കൂടുതൽ ഇക്വിറ്റി ഷെയർസ് പബ്ലിക്കിന് വിൽക്കണം എന്നൊക്കെ തീരുമാനിച്ചാൽ അതിൽ നിന്ന് കിട്ടുന്ന പ്രൊസീഡ്സ്, അതായത് അങ്ങനെ ഒരു ഓഫറിംഗ് കൊടുക്കുന്നത് കൊണ്ട് ഇറ്റ് ക്യാൻ എയ്തർ ബി യൂസ് ഫോർ സെറ്റിലിംഗ് ദി എക്സിസ്റ്റിംഗ് ഡെറ്റ്. നിലവിലുള്ള അവരുടെ ഡെറ്റ് അവർക്ക് സെറ്റിൽ ചെയ്യാം, ഇല്ലെങ്കിൽ അവരുടെ ഫർദർ എക്സ്പാൻഷനോ ഗ്രോത്തിനോ ഒക്കെ വേണ്ടി അവർക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അതാണ് ഡയലൂട്ടീവ് പവർ എന്ന് പറയുന്നത്. നോൺ ഡയലൂട്ടീവ് എന്ന് പറഞ്ഞാലോ, പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയർസ് ആർ ഓഫേർഡ് ഫോർ സെയിൽ by company directors or other insiders who may be looking to diversify their holding. ഇപ്പം നോൺ ഡയലൂട്ടീവിൽ എന്ത് തരം ഷെയറാണ്? പ്രൈവറ്റ്ലി ഹെൽഡ് ഷെയറാണ് സെയിലിനായിട്ട് ഓഫർ ചെയ്യുന്നത്. ഇൻ നോൺ ഡയലൂട്ടീവ് ഓഫറിംഗ് നോ ന്യൂ ഷെയർസ് ആർ ക്രിയേറ്റഡ്. പുതിയ ഷെയർസ് ഒന്നും തന്നെ അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ല. ആൻഡ് സച്ച് ഓഫറിങ്സ് ആർ നോട്ട് ഡയലൂട്ടിങ് ദ റൈറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. അതുപോലെ തന്നെ അവിടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ റൈറ്റുകളൊന്നും തന്നെ ഡയലൂട്ടഡും
ആകുന്നില്ല. ഇങ്ങനെ ഓഫറിങ് കൊടുക്കുന്നത് വഴി അവരുടെ റൈറ്റ്സ് ഒന്നും ഡൈല്യൂട്ടഡ് ആയി ആകുന്നില്ല. അതാണ് നോൺ ഡൈല്യൂട്ടീവ് എന്ന് പറയുന്നത്. അപ്പോൾ ആ തരത്തിൽ സെയിലിൽ നിന്ന് കിട്ടുന്നത് കമ്പനീനെ ഒരു തരത്തിലും ബെനിഫിറ്റഡ് ആകുന്നില്ല, കമ്പനിക്ക് ഒരു തരത്തിലും ഗുണമുണ്ടെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഡൈല്യൂട്ടീവും നോൺ ഡൈല്യൂട്ടീവും. FPOയുടെ 2 തരങ്ങളാണ്, ഡൈല്യൂട്ടീവ് ആൻഡ് നോൺ ഡൈല്യൂട്ടീവ്. അടുത്ത് നോക്കുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ IPO ആൻഡ് FPO. IPOയും FPOയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ മീനിങ്ങിലെ വ്യത്യാസമാണ്. ഫസ്റ്റ് പബ്ലിക് ഓഫറിംഗ് of securities by a company followed by listing on a stock exchange is known as initial public offering. നമ്മൾ കണ്ടതാണ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തേക്കുന്ന കമ്പനീസ് നടത്തുന്ന ഫസ്റ്റ് പബ്ലിക് ഓഫറിംഗ് ആയിരിക്കും. സെക്യൂരിറ്റീസിൻ്റെ ആദ്യത്തെ പബ്ലിക് ഓഫറിംഗ് ആയിരിക്കും ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ്. FPO എന്ന് പറയുമ്പോഴത്തേനും അഡീഷണൽ ആയിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതായിരിക്കും. ലിസ്റ്റഡ് കമ്പനീസ് അഡീഷണൽ ഫണ്ട് റേസ് ചെയ്യാനെ കൊണ്ട് നടത്തുന്ന ഓഫറിംഗ് ആണെങ്കിൽ അത് പബ്ലിക് ഓഫർ ആണെങ്കിൽ അത് FPO ആയിരിക്കും. ടൈപ്പ് ഓഫ് ഇഷ്യൂ എന്ന് പറയുമ്പം ഫസ്റ്റ് പബ്ലിക് ഇഷ്യൂ ആണ് IPO. FPO എന്ന് പറയുമ്പോൾ അഡീഷണൽ ആണ്, ഫർദറായിട്ട് പബ്ലിക് ഇഷ്യൂ നടത്തുന്നതാണ് സബ്സിക്വൻറ്റ് പബ്ലിക് ഇഷ്യൂ. ഇഷ്യൂവർ ആരാന്ന് ചോദിച്ചാൽ IPOയിൽ അൺലിസ്റ്റഡ് കമ്പനിയാണ്, FPOയിൽ ലിസ്റ്റഡ് കമ്പനിയാണ് ഇഷ്യൂവർ. ഒബ്ജക്റ്റീവ് എന്ന് പറയുമ്പം IPOയുടെ ഒബ്ജക്റ്റീവ് ഇനിഷ്യലായിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാൻ, പുതുതായിട്ടുള്ള ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാനാണ്. FPO എന്ന് പറയുമ്പം അഡീഷണൽ ക്യാപിറ്റൽ ഫണ്ട് റേസ് ചെയ്യാനാണ്. റിസ്ക് എന്ന് പറയുമ്പം IPOയിലായിരിക്കും റിസ്ക് കൂടുതൽ, അതായത് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആയതുകൊണ്ട് തന്നെ റിസ്ക് കൂടുതൽ അവിടെയായിരിക്കും. FPOയിൽ റിസ്ക് ഇസ് കമ്പാരിറ്റീവ്ലി ലോ. ഇതാണ് IPOയും FPOയും തമ്മിലുള്ള വ്യത്യാസം. ഇനി അടുത്തതെന്ന് പറയുന്നത് രണ്ടാമത്തെ ഫ്ലോട്ടേഷൻ മെത്തേഡായിരുന്നു. മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷനാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ രണ്ടാമത്തേതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. നോക്കാം. ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത് ഫസ്റ്റ്ലി ദ ന്യൂ സെക്യൂരിറ്റി ആർ ഓഫേർഡ് ടു ആൻ ഇൻ്റർമീഡിയറി, that is firms of stock brokers at a fixed price. They further resell the same to general public at a higher price. അപ്പോൾ ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആദ്യം ഈ പുതിയ സെക്യൂരിറ്റീസ് ഒരു ഇൻ്റർമീഡിയറിക്ക് ഓഫർ ചെയ്യും. ഇൻ്റർമീഡിയറി എന്ന് പറയുമ്പോഴത്തേനും സ്റ്റോക്ക് ബ്രോക്കേഴ്സ് ആകാം. അപ്പം അവർക്കൊരു ഫിക്സഡ് പ്രൈസിൽ ഓഫർ ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്, ജനറൽ പബ്ലിക്കിന് വീണ്ടും വലിയ തുകയ്ക്ക് ഹൈ പ്രൈസിന് ഇത് റീസെല്ല് ചെയ്യുന്നത്. അതാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ an offer for sale is usually carried out by an investment bank which is appointed as a selling agent for the existing shareholders. യൂഷ്വലി ഇത് നടത്തുന്നത് ആരാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും. അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്, ഒരു സെല്ലിംഗ് ഏജൻറ്റ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിൻ്റെ ഒരു സെല്ലിംഗ് ഏജൻറ്റ് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് ആയിരിക്കും ഈ OFS ഓഫർ ഫോർ സെയിൽ കണ്ടക്ട് ചെയ്യുന്നതെന്ന് പറയുന്നു. നെക്സ്റ്റ് മൂന്നാമത്തെന്ന് പറയുമ്പം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. സെക്ഷൻ 42 ഓഫ് കമ്പനീസ് ആക്ട് 2013 പറയുന്നുണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഷെയർസ് ഇഷ്യൂഡ് ബൈ എ കമ്പനി ടു എ സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് ഇൻസ്റ്റെഡ് ഓഫ് ഇൻവൈറ്റിംഗ് പബ്ലിക് അറ്റ് ലാർജ് ടു സബ്സ്ക്രൈബ് ഇറ്റ് ഷെയർസ് ഇസ് നോൺ എസ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. അതായത് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രം, ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രം കമ്പനി ഷെയർ ഇഷ്യൂ ചെയ്യുന്നു. എല്ലാവർക്കും പബ്ലിക്കിന് മൊത്തത്തിൽ ഇഷ്യൂ ചെയ്യാതെ എന്ത് ചെയ്യുന്നു, ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് മാത്രം ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെ നമുക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയാം. അതായത് ഇറ്റ് ഈസ് എ ഫാസ്റ്റർ വേ ഓഫ് റേസിങ് ക്യാപിറ്റൽ. അപ്പോൾ അങ്ങനെ വലിയ ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും ഇവിടെ ഇല്ല. ഒരു പെട്ടെന്ന് തന്നെ ഷെയർ ഇഷ്യൂ ചെയ്യാൻ, ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു ഡെഫിനിഷനാണ് പറയുന്നത് സെക്ഷൻ 42 ഓഫ് കമ്പനീസ് ആക്ട് 2013. Any offer of security or invitation by a company to subscribe securities to a selected group of persons through issue of a private placement offer letter. അപ്പോൾ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ വഴി ഒരു സെലക്റ്റഡ് ഗ്രൂപ്പ് ഓഫ് പേഴ്സണ് മാത്രം ഇൻവിറ്റേഷൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് മാത്രം ഓഫർ കൊടുക്കുന്നു സെക്യൂരിറ്റീസ് സബ്സ്ക്രൈബ് ചെയ്യാനെ കൊണ്ട്. അതിനെ നമുക്ക് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് എന്ന് പറയാൻ സാധിക്കും. നോക്കിക്കേ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണെന്നുള്ളത്. ഫസ്റ്റ് വൺ, പ്രൊവിഷൻ ഇൻ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. അതായത് കമ്പനി ഇങ്ങനെ ഒരു പ്രൊവിഷൻ ഉണ്ട്, അതായത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനിൽ ഇങ്ങനെ ഒരു പ്രൊവിഷൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഉറപ്പ് വരുത്തണം. ദെൻ കൺവീനിങ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസ് നടത്തുന്നെങ്കിൽ അതിനുവേണ്ടി ഒരു ബോർഡ് മീറ്റിംഗ് കൺവീൻ ചെയ്യണം. ഓഫർ ലെറ്റർ, ഒരു ഓഫർ ലെറ്റർ ഡ്രാഫ്റ്റ് ചെയ്ത് അത് ബോർഡ് അപ്രൂവ് ചെയ്യണം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് നടത്തണമെങ്കിൽ. ദെൻ നോട്ടീസ് ഓഫ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിങ്ങിൻ്റെ നോട്ടീസ് ഷെയർ ഹോൾഡേഴ്സിന് അയച്ചിരിക്കണം. അതായത് ഒരു എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ് നടത്തണമെന്ന് അറിയിച്ചിരിക്കണം. എങ്കിൽ മാത്രമേ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ ലെറ്റർ അപ്രൂവ് ചെയ്യത്തുള്ളൂ. നെക്സ്റ്റ് സ്പെഷ്യൽ റെസൊല്യൂഷൻ.
Special resolution shall be passed in the extraordinary general meeting, which shall remain valid for a period of 12 months. ഇപ്പോൾ എക്സ്ട്രാ ജനറൽ മീറ്റിങ്ങിൽ ഒരു സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്യണം. 12 മാസം അതിനൊരു വാലിഡിറ്റി ഉണ്ടായിരിക്കും. ഫയലിംഗ് ഓഫ് ഫോംസ്, അതായത് എന്തൊക്കെ ഫോമാണോ റിക്വസിറ്റ് ആയിട്ടുള്ള ഫോം എന്തൊക്കെയാണോ അത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം വിതിൻ 30 days ഓഫ് പാസിംഗ് സ്പെഷ്യൽ റെസൊല്യൂഷൻ. സ്പെഷ്യൽ റെസൊല്യൂഷൻ പാസ് ചെയ്ത് 30 ദിവസത്തിനകം അത് രജിസ്ട്രാർ ഓഫ് കമ്പനിക്ക് മുന്നിൽ എല്ലാ ഫയലും പ്രൊഡ്യൂസ് ചെയ്തിരിക്കണം. ഓഫർ ലെറ്റർ എന്ന് പറയുന്നത് ഇറ്റ് മേ ബി ഇഷ്യൂഡ് ഇൻ PAS for prospectus and allotment of securities within 30 days of record of name of persons. ഒരു ഓഫർ ലെറ്റർ ഇഷ്യൂ ചെയ്തിരിക്കണം എന്ന് പറയുന്നു പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് സെക്യൂരിറ്റീസിൽ. ദെൻ കംപ്ലീറ്റ് റെക്കോർഡ്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ ഒരു കംപ്ലീറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്യുക. കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ബി പ്രിപ്പയർഡ് ഇൻ PAS 5. PAS 5 എന്ന് പറയുമ്പോൾ പ്രോസ്പെക്ടസ് ആൻഡ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് 5ൽ ഒരു പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് റെക്കോർഡ് കീപ്പ് ചെയ്തിരിക്കണം. Instructions to bank. Instructions to be given to a specified bank for opening a separate bank account and depositing the money against allotted shares. അപ്പോൾ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിനായിട്ട് ഒരു പ്രത്യേക ബാങ്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനെ കൊണ്ട് ആ സ്പെസിഫൈഡ് ബാങ്കിന് ഇൻസ്ട്രക്ഷൻസ് പ്രൊവൈഡ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രൊസീജിയേഴ്സാണ്. അടുത്ത പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. കൺഫേം കൺസേൺ ഫ്രം അലോട്ടീസ്. കൺഫർമേഷൻ, അതായത് കൺഫേം വെദർ ലെറ്റേഴ്സ് ഫ്രം ഓൾ പ്രപ്പോസ്ഡ് അലോട്ടീസ് ഗിവിംഗ് കൺസേൺ ടു സബ്സ്ക്രൈബ് ദ ഇഷ്യൂ ആർ റിസീവ്ഡ്. ഷെയർ ഇഷ്യൂ ചെയ്യാൻ അല്ലെങ്കിൽ സെക്യൂരിറ്റി സബ്സ്ക്രൈബ് ചെയ്യാൻ കൺഫേം ചെയ്തുകൊണ്ടുള്ളൊരു കൺസേൺ അവർക്ക് ലഭിച്ചിരിക്കണം. അത് കിട്ടിയോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തണം. ദെൻ ഫയൽ PAS ഫോംസ്. PAS 4ഉം PAS 5ഉം രജിസ്ട്രാർ ഓഫ് കമ്പനീസ്ക്ക് മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം. അലോട്ട്മെൻറ്റ് ഓഫ് ഷെയർസ്. ഷെയർസ് ആർ ടു ബി അലോട്ടഡ് വിതിൻ 60 days ഓഫ് റെസിപ്റ്റ് ഓഫ് മണി. പണം റിസീവ് ചെയ്ത് 60 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്തിരിക്കണം, ഷെയർ അലോട്ട് ചെയ്തിരിക്കണം. ഹോൾഡ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ് ഹോൾഡ് ചെയ്തിരിക്കണം ഫോർ അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി. സെക്യൂരിറ്റി അലോട്ട് ചെയ്യാൻ ബോർഡ് മീറ്റിംഗ് വിളിച്ചിരിക്കണം. ഇൻറ്റിമേറ്റ് ദ ഔട്ട്കം. ഇൻറ്റിമേറ്റ് ദ ഇൻവെസ്റ്റേഴ്സ് അബൌട്ട് ദ ഔട്ട്കം ഓഫ് ബോർഡ് മീറ്റിംഗ്. ബോർഡ് മീറ്റിങ്ങിൻ്റെ ഔട്ട്കമ്മിനെ പറ്റി ഇൻവെസ്റ്റേഴ്സിനെ അറിയിച്ചിരിക്കണം. ദെൻ ഫയൽ PAS 3. PAS 3 ROCക്ക് മുന്നിൽ ഫയൽ ചെയ്തിരിക്കണം അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 15 ദിവസത്തിനകം. ദെൻ ഇഷ്യൂ ഓഫ് ഷെയർ സർട്ടിഫിക്കറ്റ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിരിക്കണം. ആൻഡ് മിനിറ്റ്സ് ബുക്ക് ആൻഡ് രജിസ്റ്റർ ഓഫ് മെമ്പേഴ്സ് ആർ ടു ബി അപ്ഡേറ്റഡ്. ഷെയർ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്ത് മിനിറ്റ്സ് ബുക്കും മെമ്പേഴ്സിൻ്റെ രജിസ്ട്രാറും ഒക്കെ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. ഇത്രയും പ്രൊസീജിയേഴ്സാണ് നമുക്ക് എവിടെ ഫോളോ ചെയ്യാനുള്ളത്, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫ് ഷെയർസിൽ ഫോളോ ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത്. അടുത്ത് നോക്കുന്നത് വാട്ട് ആർ ദ കണ്ടീഷൻസ് ഫോർ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, നമ്പർ ഓഫ് സബ്സ്ക്രൈബേഴ്സ്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് പ്രകാരം ആൻ ഇൻവിറ്റേഷൻ ടു സബ്സ്ക്രൈബ് ഷെയർസ് കനോട്ട് ബി മെയ്ഡ് ടു മോർ ദാൻ 200 പീപ്പിൾ. 200 പേർക്ക് കൂടുതൽ എന്ത് ചെയ്യാൻ പാടില്ല, ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഇൻവിറ്റേഷൻ അയക്കാൻ പാടില്ല. ഐഡൻറ്റിഫൈ ദ പേഴ്സൺ ടു ഹൂം പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫേഴ്സ് ഹൗ ടു ബി മെയ്ഡ്. അതായത് ആർക്കാണോ പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ നൽകുന്നത് അവരെ മുന്നേ കൂട്ടി തന്നെ എന്ത് ചെയ്തിരിക്കണം, ഐഡൻറ്റിഫൈ ചെയ്തിരിക്കണം. അവരുടെ നെയിംസ് കമ്പനി നേരത്തെ കൂട്ടി റെക്കോർഡ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. മണി പേയബിൾ ത്രൂ ചെക്ക് ഓർ DD. അതായത് ഓൾ മണി പേയബിൾ ടുവേർഡ് സബ്സ്ക്രിപ്ഷൻ ഓഫ് സെക്യൂരിറ്റീസ് ഷാൽ ബി പെയ്ഡ് ത്രൂ ചെക്ക് ഓർ ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ത്രൂ അതർ ബാങ്കിങ് ചാനൽ. ഇപ്പോൾ ക്യാഷ് ആയിട്ടല്ല, മറിച്ച് ചെക്കായിട്ടോ ഡിമാൻഡ് ഡ്രാഫ്റ്റൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ബാങ്കിങ് ചാനൽസ് വഴിയായിരിക്കണം മണി പേയബിൾ ആക്കേണ്ടെന്ന് പറയുന്നു. ദെൻ എമൗണ്ട് ഓഫ് സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മണി റിസീവ്ഡ് എ സബ്സ്ക്രിപ്ഷൻ ഷുഡ് ബി കെപ്റ്റ് ഇൻ എ സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ട്. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് വഴി കിട്ടുന്ന പണം എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ബാങ്ക് അക്കൗണ്ടിലായിരിക്കണം സൂക്ഷിക്കേണ്ടത്. അപ്രൂവൽ. പ്രൈസ് ഓഫ് ദ സെക്യൂരിറ്റി ഹാസ് ടു ബി ജസ്റ്റിഫൈഡ് ആൻഡ് ഇറ്റ് ഓൾസോ റിക്വയർ എ വാലുവേഷൻ റിപ്പോർട്ട് ബൈ ദ രജിസ്റ്റേർഡ് വാല്യൂവർ. അപ്രൂവൽ ലഭിച്ചിരിക്കണം. സെക്യൂരിറ്റീൻ്റെ പ്രൈസ് ജസ്റ്റിഫയബിൾ ആയിരിക്കണം. അതുപോലെ തന്നെ ഒരു വാല്യുവേഷൻ റിപ്പോർട്ടും ലഭിച്ചിരിക്കണം. രജിസ്റ്റേർഡ് വാല്യുവറിൻ്റെ കയ്യിൽ നിന്ന് ഒരു വാല്യുവേഷൻ റിപ്പോർട്ടും അപ്രൂവലായിട്ട് ലഭിച്ചിരിക്കണം. ദെൻ അപ്രൂവൽ ഓഫ് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ ഈ സ്പെഷ്യൽ റെസൊല്യൂഷനിലൂടെ ഇങ്ങനെ ഒരു ഓഫർ അപ്രൂവ് ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ദെൻ ടെന്യൂർ വിതിൻ വിച്ച് അലോട്ട്മെൻറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട്. അലോട്ട്മെൻറ്റ് ഹാസ് ടു ബി ക്യാരിഡ് ഔട്ട് വിതിൻ 60 days or money has to be repaid from the 75th day. 60 ദിവസത്തിനുള്ളിൽ അലോട്ട്മെൻറ്റ് നടന്നിരിക്കണം. ഇല്ലെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, പണം 75ാമത്തെ ദിവസം റീപേ ചെയ്തിരിക്കണം എന്ന് പറയുന്നു. ദെൻ ഫയലിങ്സ് കമ്പനി കംപ്ലീറ്റ് റെക്കോർഡ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഓഫർ കീപ്പ് ചെയ്തിരിക്കണം.
PAS 5 എന്ന ഫോമിൽ കീപ്പ് ചെയ്തിരിക്കണം. ഫയൽ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് വിത്ത് രജിസ്ട്രാർ, അതായത് റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റി ഷാൽ ബി ഫയൽഡ് വിത്ത് ദി രജിസ്ട്രാർ വിതിൻ 30 ഡേയ്സ് ഓഫ് അലോട്ട്മെൻറ്റ് ആൻഡ് വിത്ത് ദ ഫീസ് പ്രൊവൈഡഡ് ഇൻ ദ കമ്പനി റൂൾ. അപ്പോൾ റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് രജിസ്ട്രാറിൻ്റെ അടുത്ത് ഫയൽ ചെയ്തിരിക്കണം. അലോട്ട്മെൻറ്റ് കഴിഞ്ഞ് 30 ദിവസത്തിനുള്ളിൽ ഒരു റിട്ടേൺ ഓഫ് അലോട്ട്മെൻറ്റ് ഓഫ് സെക്യൂരിറ്റീസ് രജിസ്ട്രാർക്ക് ഫയൽ ചെയ്തിരിക്കണം. വിത്ത് ദ ഫീസ് പ്രൊവൈഡഡ്, കമ്പനിയിൽ റൂളിൽ പറഞ്ഞിരിക്കുന്ന ഫീസ് ഉൾപ്പെടെയായിട്ട് ഫയൽ ചെയ്തിരിക്കണം. അതാണ് കണ്ടീഷൻസ് പറയുന്നത് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിൻ്റെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് ഉള്ളത് നോക്ക്. ഫസ്റ്റ് വൺ, ലോ ഇഷ്യൂ കോസ്റ്റ്. ഇഷ്യൂ കോസ്റ്റ് വളരെ കുറവാണ്. അതായത് ഫോർമാലിറ്റി, ഇഷ്യൂ ചെയ്യാനുള്ള ഫോർമാലിറ്റീസൊക്കെ വളരെ കുറവായതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രിൻറ്റിങ്ങും പ്രോസ്പെക്ടസ് പ്രിൻറ്റ് ചെയ്യാനും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും ഒക്കെ ഉള്ള ചിലവ് കുറവാണ്. സോ കോസ്റ്റ് കുറവാണ്. ലീഗൽ ഫോർമാലിറ്റീസ് വളരെ കുറവാണ്. വെരി ഫ്യൂ ലീഗൽ ഫോർമാലിറ്റീസ്. ക്വിക്ക് കളക്ഷൻ ഓഫ് ഫണ്ട്സ്. ഇപ്പോൾ മാർക്കറ്റിൽ നിന്ന് ഫണ്ട് കളക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്, വളരെ വേഗത്തിൽ കളക്ട് ചെയ്യാൻ സാധിക്കും. സ്യൂട്ടബിൾ ടു സ്മോൾ കമ്പനി. പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ് കൂടുതലും സ്യൂട്ടായിട്ടുള്ളത് സ്മോൾ കമ്പനീസാണ്. അതായത് കുറച്ച് ലീഗൽ ഫോർമാലിറ്റീസ് ഉള്ളത് കൊണ്ട് സ്മോൾ കമ്പനീസ് ആയിരിക്കും സ്യൂട്ടബിൾ. ഇതാണ് അഡ്വാൻറ്റേജസ് ആയിട്ട് പറയുന്നത്. സോ 3 ഫ്ലോട്ടേഷൻ മെത്തേഡ്സ് ആണ് നമ്മൾ കണ്ടത്. അടുത്ത നാലാമത്തത് റൈറ്റ് ഇഷ്യൂ. നാലാമത്തെ മെത്തേഡാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. സെക്ഷൻ 62 ഓഫ് കമ്പനീസ് ആക്ട് 2013. നോക്കിയേ, എന്താണ് റൈറ്റ് ഇഷ്യൂ? The issue of shares by an existing company to the existing shareholders on right basis in proportion to their present holdings is known as right issue or right shares. എന്താ പറഞ്ഞേക്കുന്നത്? എക്സിസ്റ്റിംഗ് കമ്പനി, ഇപ്പം നിലവിലുള്ളൊരു കമ്പനി ഒരു എക്സിസ്റ്റിംഗ് നിലവിലുള്ള എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് ഷെയർ ഇഷ്യൂ ചെയ്താൽ, അതായത് അയാളുടെ റൈറ്റിൻ്റെ ബേസിസ്, അയാളുടെ അവകാശത്തിൻ്റെ പേരിൽ ഒരു അല്ലെങ്കിൽ അയാൾ എക്സിസ്റ്റിംഗ് കമ്പനിയിൽ ഇപ്പോൾ അയാളുടെ ഹോൾഡിങ്, പ്രസൻറ്റ് ഹോൾഡിങ്ങിൻ്റെ ബേസിൽ, ഇപ്പോഴത്തെ ഹോൾഡിങ്ങിൻ്റെ ബേസിൽ അയാൾക്ക് ഷെയർ ഇഷ്യൂ ചെയ്താൽ അതിനെയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. നോക്കാം റൈറ്റ് ഇഷ്യൂവിൻ്റെ അഡ്വാൻറ്റേജസ്. ഫസ്റ്റ് വൺ, റീറ്റെയിനിങ് ഓഫ് കൺട്രോൾ. അതായത് കൺട്രോൾ ഓഫ് ദി കമ്പനി ഈസ് റീറ്റെയിൻഡ് ഇൻ ദ ഹാൻഡ് ഓഫ് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. ഇത് ഇഷ്യൂ ചെയ്യുന്നത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിന് തന്നെയല്ലേ, അപ്പം കമ്പനിയുടെ കൺട്രോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ തന്നെ സുരക്ഷിതമായിരിക്കും. അങ്ങനെ റൈറ്റ് ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഷെയർ ഹോൾഡിങ്സിൻ്റെ ഇക്വിലിബ്രിയം, നിലവിലുള്ള ഒരു തരം ആക്ടിവിറ്റീനെ അത് ബാധിക്കില്ല. അപ്പോൾ കൺട്രോൾ റീറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ദെൻ മോർ സെർട്ടനിറ്റി ഓഫ് ഗെറ്റിംഗ് സബ്സ്ക്രൈബ്ഡ് എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ റേസ് ചെയ്യുന്നതിന് കൂടുതലൊരു സെർട്ടനിറ്റി ഉണ്ടാകും. അതായത് റൈറ്റ് ബേസിസിലാണെന്നുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെയാണല്ലോ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ സെർട്ടനിറ്റി, ഒരു നിശ്ചയമുണ്ടായിരിക്കും, സബ്സ്ക്രൈബ്ഡ് ആകാനുള്ളൊരു നിശ്ചയം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ആയതുകൊണ്ട്. പിന്നെ ഗെറ്റിംഗ് ഷെയർസ് ടു ദ ഡിസേർവിംഗ് പേഴ്സൺ. റൈറ്റ് ബേസിസിലായതുകൊണ്ട് തന്നെ, ഒരു പ്രൊപ്പോർഷനേറ്റ് ബേസിസിലായതുകൊണ്ട് തന്നെ അത് ഡിസേർവിംഗ് പേഴ്സൺസിന് തന്നെയായിരിക്കും ഷെയർസ് ലഭിക്കുന്നത്. ഡയറക്ടേഴ്സ് കനോട്ട് മിസ്യൂസ് ദ ഓപ്പർച്യൂണിറ്റി ബൈ ഇഷ്യൂയിങ് ഷെയർസ് ടു ദെയർ ഫ്രണ്ട്സ്. അപ്പോൾ അവരുടെ റൈറ്റ് ബേസിസിലായതുകൊണ്ട് ഇഷ്ടമുള്ളവർക്കൊന്നും അങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രൊപ്പോർഷനേറ്റ് ബേസിസിൽ തന്നെ ആയിരിക്കും, ബയാസ് ഒന്നും വരില്ല. ദെൻ നോ ലോസ് ഡ്യൂ ടു ഡൈല്യൂഷൻ ഇൻ വാല്യൂ. അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് ഡു നോട്ട് ഇൻക്വയർ എനി ലോസ് ഓൺ അക്കൗണ്ട് ഓഫ് ഡൈല്യൂഷൻ ഇൻ ദ വാല്യൂ ഓഫ് ദെയർ ഹോൾഡിങ്സ് as they get additional shares to compensate any dilution in the value of existing shares. അതായത് അവരുടെ വാല്യൂ ഡൈല്യൂഷൻ ഒന്നും ഉണ്ടാകത്തില്ലെന്ന് പറയുന്നു. ലോസ് ഡ്യൂ ടു ഡൈല്യൂഷൻ ഇൻ വാല്യൂ ഡൈല്യൂഷൻ കാരണം അവർക്ക് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് നഷ്ടമൊന്നും ഉണ്ടാകത്തില്ല. അവർക്ക് അഡീഷണൽ ഷെയർ കിട്ടുന്നത് കൊണ്ട് തന്നെ പ്രത്യേകിച്ച് നഷ്ടമൊന്നും അവർക്ക് വരുന്നില്ല എന്ന് പറയുന്നു. ലോ കോസ്റ്റ്. അടുത്തത് ലോ കോസ്റ്റാണ്. അതായത് എക്സ്പെൻസ് എന്ന് പറയുന്നത് മറ്റ് പബ്ലിക് ഇഷ്യൂവിനെ വെച്ച് നോക്കുമ്പോൾ കമ്പാരിറ്റീവ്ലി ലോ ആണ്. സോ ലോ കോസ്റ്റ്. ദെൻ ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇമേജ് ഓഫ് ദ കമ്പനി ഈസ് എൻഹാൻസ്ഡ് വെൻ റൈറ്റ് ഇഷ്യൂ ആർ മെയ്ഡ് ഫ്രം ടൈം ടു ടൈം എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് റിമെയിൻ സാറ്റിസ്ഫൈഡ്. ഇപ്പോൾ ഇങ്ങനെ റൈറ്റ് ഇഷ്യൂസ് നടത്തിയാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ് അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ കമ്പനിയുടെ ഇമേജ് എപ്പോഴും വർദ്ധിച്ച് തന്നെ നിൽക്കും റൈറ്റ് ഇഷ്യൂസ് നടത്തുമ്പോൾ. അടുത്ത ഇവിടെ പറയുന്നത് റൈറ്റ് ഇഷ്യൂവും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ളൊരു കമ്പാരിസൺ ആണ്. നോക്കാം. റൈറ്റ് ഇഷ്യൂ എന്ന് പറയുമ്പം ഇറ്റ് ഈസ് മെയ്ഡ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് റൈറ്റ് ഇഷ്യൂ നൽകുന്നത്. അതുകൊണ്ട് തന്നെ അവർ കൂടുതൽ കമ്പനിയുടെ ഓപ്പറേഷനുമായിട്ട് കൂടുതൽ ഫെമിലിയർ ആയിരിക്കും. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്
പബ്ലിക്കിനാണ് ഇഷ്യൂ ചെയ്യുന്നത്. അവർ കമ്പനിയുടെ ഓപ്പറേഷനുമായിട്ട് അൺഅവെയറാണ്, അവർക്ക് യാതൊരു വിധമായ ബന്ധവും കമ്പനിയുടെ ഓപ്പറേഷനുമായിട്ട് ഇല്ല. നെക്സ്റ്റ് പറയുന്നു, ദർ ഇസ് നോ ചാൻസ് ഓഫ് ഓവർ സബ്സ്ക്രിപ്ഷൻ. ഓവർ സബ്സ്ക്രിപ്ഷന് ചാൻസ് വളരെ കുറവാണ് റൈറ്റ് ഇഷ്യൂവിൽ. അതുകൊണ്ട് തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് വളരെ കുറവാണ്. പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിലാണെങ്കിൽ ഓവർ സബ്സ്ക്രിപ്ഷൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ട് തന്നെ ഫ്ലോട്ടേഷൻ കോസ്റ്റ് ഈസ് വെരി ഹൈ. ദെൻ റൈറ്റ് ഇഷ്യൂവിൻ്റെ കേസിൽ പ്രൈസ് ഓഫ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയാം. റൈറ്റ് ഇഷ്യൂവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോൾ നിലവിലുള്ള മാർക്കറ്റ് പ്രൈസിനേക്കാളും കുറവായിരിക്കും. പബ്ലിക് ഇഷ്യൂ എന്ന് പറയുമ്പോഴത്തേനും ഈസ് ജനറലി ലോവർ ദാൻ ദ എക്സ്പെക്റ്റഡ് പ്രൈസ്. എക്സ്പെക്റ്റഡ് പ്രൈസിനേക്കാളും വളരെ കുറവായിരിക്കും എന്ത് പബ്ലിക് ഇഷ്യൂവിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പബ്ലിക് ഇഷ്യൂവിൻ്റെ കേസിൽ. അതാണ് റൈറ്റ് ഇഷ്യൂയും പബ്ലിക് ഇഷ്യൂവും തമ്മിലുള്ളൊരു വ്യത്യാസം. സോ ഇത്രയാണ് നമ്മൾ മെത്തേഡ്സ് ഓഫ് ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ എന്ന് പറയുന്ന പോർഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. പബ്ലിക് ഇഷ്യൂ, ഓഫർ ഫോർ സെയിൽ, പ്രൈവറ്റ് പ്ലേസ്മെൻറ്റ്, റൈറ്റ് ഇഷ്യൂ, ഇത് നാലുമാണ് മെയിനായിട്ടുള്ള 4 ഫ്ലോട്ടേഷൻ ഓഫ് ക്യാപിറ്റൽ മെത്തേഡ്സ് എന്ന് പറയുന്നത്.